ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റപ്പാലം ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ അയറും എൻ്റെ കൂടെ എണീറ്റ് വരാറുണ്ട് കേട്ടോ. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ ആവുന്നതും രാത്രി ആവുന്നതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. ഒന്നാമത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കേർട്ടൻസ് ആണ്. അത് മാത്രമല്ല ഈ റൂം ഒരു കോർണർ യൂണിറ്റ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അധികം വെട്ടം വെളിച്ചം അങ്ങനെ കടക്കാറില്ല കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു യൂണിറ്റ് കുറച്ചൊരു കോർണർ യൂണിറ്റ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെളിച്ചം ഇവിടേക്ക് അങ്ങനെ കടക്കാറില്ല കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ നിറയെ മരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അധികം വെട്ടം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാറില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ എത്ര ക്ലീൻ ചെയ്താലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ കിടക്കും. കാരണം അയറൊക്കെ എപ്പോഴും വന്ന് ഇവിടുന്നാണ് കളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ബ്രഷ് ചെയ്തു. അയറു യൂഷ്വലി അർജു ആണ് ബ്രഷ് ചെയ്യിപ്പിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ ചായ കുടിക്കും. പിന്നെ അയറുവിനും ഹോർലിക്സും മമ്മി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയറു അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ചൂട് തണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ഒറ്റയ്ക്ക് അതൊക്കെ എടുത്ത് കുടിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടാലും അവൾ ഇങ്ങനെ വീഡിയോൻ്റെ മുന്നിലൊക്കെ വന്ന് നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കും. ഫോണിൽ മെയിനായിട്ട് നോക്കുന്നത് യൂട്യൂബിൽ എത്ര വ്യൂസായി, നമ്മളിട്ട വീഡിയോസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഫോണിൽ നോക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും വളരെ കുറവാണ് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അയറുവിനെ ഞാൻ കുളിപ്പിക്കുന്ന ടൈമാണ്. വേഗം തന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് അവളെ പെട്ടെന്ന് കുളിപ്പിക്കും. അല്ലെങ്കിൽ അവൾ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ പിന്നെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല, അതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേഗം കുളിപ്പിക്കും കേട്ടോ. അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് വീടിൻ്റെ ചുറ്റിനും. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവൾ വിളിച്ചാൽ കൂടി വരില്ല കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ ബെഡ്ഷീറ്റ് ഇനി എടുത്ത് കൊണ്ടുവന്ന് വിരിക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഞങ്ങളൊരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. എൻ്റെയും അയറുവിൻ്റെയും അർജുൻ്റെയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്യാറുള്ളത്. ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ മഴ കൊള്ളില്ല കേട്ടോ. ഇവിടെ നിറയെ ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ മഴ കൊള്ളാണ്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ കേർട്ടനല്ല, ഒരു നെറ്റ് പോലത്തെ സാധനം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴപ്പാറലൊന്നും അങ്ങനെ ഇതിനുള്ളിലേക്ക് കടക്കില്ല കേട്ടോ. അതിനുശേഷം നേരെ താഴത്ത് പോയിട്ട് അയറിനുള്ള ഫുഡ് കൊടുത്തു കേട്ടോ. അയർ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ദോശയൊക്കെ കൊടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് കഴിക്കാനായിട്ട് ഏകദേശം ഒരു 10-10:30 ആവാറുണ്ട്. അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര കോൾഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരെ എഡിറ്റിങ്ങിലേക്ക് കടന്നു കേട്ടോ. കുറച്ച് നേരം എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര സ്ലോ ആണ് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊരു സുഖമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ടൈമിൽ മാത്രം എഡിറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ഒതുക്കി വെക്കാം, എല്ലാവരും വരുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടിരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് റെഡി ആയിട്ട് പുറത്ത് പോകണം കേട്ടോ. നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അർജുൻ്റെ ഫ്രണ്ടിനെയും കൂടി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോണത് ഇവിടെ അടുത്ത് തന്നെയുള്ള അറേബ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടുത്തെ ബിരിയാണി നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറേബ്യനിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ ആണെങ്കിൽ ബക്കറ്റ് ബിരിയാണി ഉണ്ട്. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ 2 ബക്കറ്റ് ബിരിയാണി വലുതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 14 പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ടാവും. 2 മേടിച്ചാൽ 1 മേടിക്കുകയാണെങ്കിൽ 7 പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ. അത് കറക്റ്റായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് 15 പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് കറക്റ്റായിരുന്നു ബിരിയാണി, ഒട്ടും വേസ്റ്റ് ആയതൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് ആൾക്കാർക്ക് സദ്യയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ സദ്യയും കൂടി മേടിക്കാൻ വിചാരിച്ചു. ഇവിടെ ഓർഡർ കൊടുത്തു. നമ്മളിനി തിരിച്ചു വരുമ്പോഴത്തേക്കും അത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് നമുക്ക് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ നേരെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. ശരിക്കത്തെ പേര് ശ്രീലക്ഷ്മി എന്നാണ് തോന്നുന്നു, ശ്രീലക്ഷ്മി റെസ്റ്റോറൻറ്റ്. ഇത് ആക്ച്വലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വെജിറ്റേറിയൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല
ടേസ്റ്റാണെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് എപ്പോഴെങ്കിലും മസാല ദോശ കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണെന്ന് കേട്ടോ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ അവിടുന്ന് നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ നമുക്ക് പാർസലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ്. താഴത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ വന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റപ്പാലം സൈഡിലൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ചെറിയ മണ്ടത്തരം പറ്റി, എല്ലാം കൂടി ഒരുമിച്ച് തട്ടാൻ നോക്കിയതായിരുന്നു, പക്ഷേ നടന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോന്നോരോന്നായി സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ ആ പണി കഴിഞ്ഞല്ലോ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരോ പാത്രത്തിലേക്കാക്കി സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ബിരിയാണി. പിന്നെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കുമ്പം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. 10 പേരോളം വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അവർ വേഗം ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അഞ്ജുവിൻ്റെ വീട്ടിലും കൂടി പോകാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വേഗം തന്നെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും TV ഒക്കെ കണ്ടിരുന്നു, കൊച്ചു TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് കേട്ടോ ഇവർ. അയറ് വന്നാൽ ഇവരെപ്പോഴും നമ്മളെ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഹെവി ആയിപ്പോയി. അപ്പോൾ ഉറങ്ങണം എന്നുള്ള ചിന്ത മാറ്റാൻ വേണ്ടി കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചേ. അപ്പോഴത്തേക്കും മമ്മി ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവരുടെ കൂടെ ചില്ല് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര പുതുമ. കാരണം ഇത്രയും ചെറിയ ക്യാമറ എന്ന് വിചാരിച്ചവർ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. സത്യമാണ്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഞാനൊക്കെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്കന്ന് അതൊന്നും വാങ്ങിത്തരാനോ വാങ്ങാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ഗാഡ്ജറ്റ്സോ പുതിയ ഫോണൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി മറ്റുള്ളവരത് നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ എനിക്ക് അവരിത് നോക്കി നിൽക്കുമ്പോൾ തോന്നിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പം അയറുവിനെ മേല് കഴുകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ മേലൊക്കെ കഴുകി അവൾ പുറത്തേക്ക് പോണതിൻ്റെ മുമ്പേ അവളെ മേല് കഴിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾ ആകെ ബുദ്ധിമുട്ടാക്കും. നമ്മളെങ്ങനെ വിളിച്ചാലൊന്നും വരികയില്ല കേട്ടോ. പുറത്തോട്ട് കളിക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അവൾക്ക് പൗഡറൊക്കെ ഇടണമെന്ന് പറഞ്ഞ് പൗഡറൊക്കെ ഇടിയിട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി കേട്ടോ. ഇനി നമ്മളെ പരിപാടി എന്ന് പറയുന്നത് എനിക്കൊന്ന് കുളിക്കണം. അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓട്ടപ്പാച്ചിലായിട്ടുള്ള ദിവസമാണ്. കാരണം എല്ലാവരും വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും വരുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ നോക്കിക്കൊണ്ടാണ് അവളെ മുടി ചെയ്യിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്യാമറയിലെല്ലാം പതിയുന്നുണ്ടോ എന്നുള്ളത്. കാരണം പകുതി വിഷ്വൽസ് ഞാൻ എടുത്തതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളുടെ സ്ലീപ്പിംഗ് ടൈം ആയിട്ടുണ്ട്. അയർവിനെ വേഗം തന്നെ ഉറക്കി അതിനുശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.